നമസ്കാരം, എൻ്റെ പേര് എൽവിസ്. എൻ്റെ വീട് കല്ലറ്റിങ്കരയിലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, പപ്പ, മമ്മി, ഒരു പെങ്ങളുണ്ട്. ഞാൻ മുംബൈയിൽ ഒരു ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് പടം വരയോട് ചെറുപ്പം മുതലേ ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർ, പപ്പയും മമ്മിയും പ്രത്യേകിച്ച് തന്നെ എല്ലാ കോമ്പറ്റീഷൻസിലൊക്കെ ഒരുപാട് കൊണ്ടുപോകായിരുന്നു. സ്കൂളിലും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ പിന്നീട് ഇങ്ങനെ വളർന്നതനുസരിച്ച് കാറുകളോടുള്ളൊരു ഇൻട്രസ്റ്റും കൂടി അങ്ങനെ കൂടി വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ പേപ്പൻ എന്നെ ചുമ്മാ റോഡിൽ കൊണ്ട് നിർത്തും. വൈകുന്നേരം ആകുമ്പോൾ കാറ് കാണാൻ വേണ്ടിയിട്ട് റോഡിൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുന്നൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നു ആ ചെറുപ്പത്തിൽ. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കണം പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ പടം വരെയും ആ കാറുകളോടുള്ളൊരു ആഗ്രഹമൊക്കെ വെച്ചിട്ട് തന്നെ ഒരു ജോലി കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ ഡിസൈനിനെ പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഞാൻ വരച്ച് തുടങ്ങിയത് തന്നെ കാറുകളാണ് ശരിക്കും. അപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും കാറുകൾ വരയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അതിനേക്കാൾ കൂടുതൽ കാറുകളിൽ എന്തൊക്കെയോ ആ സമയത്ത് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാറും ചുറ്റും കാണുന്ന വണ്ടികളെല്ലാം ശ്രദ്ധിക്കുക, അതിനൊക്കെ എങ്ങനെയെങ്കിലും വരയ്ക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കാറുകൾ തന്നെയാണ് എൻ്റെ വർക്കിലോട്ട് പ്രത്യേകം കൊണ്ടുവന്നത്. ഇവിടെ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ടോയ് കാറാണ്. എനിക്കിത് കിട്ടുന്നത് ഒരു 8 വയസ്സ് 9 വയസ്സ് പ്രായത്തിലാണ് അത് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ കോലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിപ്പോൾ ഈ അടുത്ത് റീസ്റ്റോർ ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. ഭയങ്കര സ്പെഷ്യലായിരുന്നു ഈ സാധനം കിട്ടിയത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാമെന്ന് പറയില്ല, അതുപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു എൻ്റെ പേപ്പറാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് എപ്പോഴൊക്കെ എനിക്ക് എന്ത് ഗിഫ്റ്റ് വേണം, അല്ലെങ്കിൽ എന്താണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ ഒന്നും ആലോചനയിൽ കൂടി ഉണ്ടായിരുന്നില്ല. നമുക്കൊരു കാറ് വേണം, ടോയ് വേണം, അത് മാത്രമായിരുന്നു. അങ്ങനെ വളർന്നു വന്നു. പിന്നീട് ഒരു ജോലിയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ വളരെ നാച്ചുറലായിട്ട് ഒരു കാർ ഡിസൈൻ എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഇത് എനിക്ക് വളരെ സ്പെഷ്യലാണ്. അതും കൂടി ഞാൻ കാണിക്കണം. ഫെറാറി F40 എന്ന് പറഞ്ഞ മോഡലാണത്. ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു വർക്കിനോടുള്ള വലിയൊരു പ്രചോദനം കിട്ടിയത് വീട്ടിൽ നിന്ന് തന്നെയാണ്. പപ്പയും മമ്മിയും തന്നെയാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ചില കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നത് പോലെ നമ്മളെ പടം വരയ്ക്കുന്ന സമയത്ത് നമ്മളെ പഠിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ കൂടുതൽ എപ്പോഴും പടം വരയ്ക്കാനുള്ളൊരു അവസ്ഥകളിലേക്ക് കൂടുതൽ എന്നെ വെൽക്കം ചെയ്യുന്നൊരു അവസ്ഥയാണ് എനിക്ക് വീട്ടിൽ നിന്നുണ്ടായിരിക്കുന്നത്. പിന്നീട് സ്കൂളിലുള്ള കോമ്പറ്റീഷൻസിലായാലും അല്ലെങ്കിൽ സബ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോകാനും സ്കൂളിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സ് എൻ്റെ കഴിവ് കണ്ടുപിടിച്ചിട്ടായാലും അവരും എൻ്റെ വർക്കിനെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നുമാണ് ഈ മേഖലയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ട് എന്നെനിക്ക് തോന്നി തുടങ്ങിയത് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ്. കാറുകളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടാതെ പിന്നെ എനിക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിലൊരു പ്രത്യേക ഒരു ഹരം ഉണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള മീഡിയ എന്തിലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. തെർമോകോളാവട്ടെ, അല്ലെങ്കിൽ ക്ലേ മോഡലിംഗ് ആവട്ടെ, മരത്തിൽ കൊത്തുപണി ആവട്ടെ, ഇത് എൻ്റെ വളരെ പഴക്കമുള്ളൊരു വർക്കാണ്. ഒരു 10-15ഓളം വർഷം പഴക്കമുണ്ട് ഇതിന്. ഇത് ഉളി ഉപയോഗിച്ച് നമ്മൾ മരത്തിൽ കൊത്തുപണി കാലത്ത് ചെയ്തിരുന്നൊരു വർക്കാണ്. ഇതുപോലെ പിന്നെയും പല മരത്തിലും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ചെയ്യാന്നുള്ള കാര്യത്തിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പടം വരയുടെ കാര്യം ഇപ്പോൾ കാറല്ലാണ്ട് പിന്നെ ഇല്ലുസ്ട്രേഷൻസ് എങ്ങനെ ചെയ്യാം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഇല്ലുസ്ട്രേഷൻസ് ചെയ്യുക,
അവരുടെ കൗതുകരമായ എന്തെങ്കിലും അവരുടെ ട്രൈറ്റുകളോ എന്തെങ്കിലും അവരെപ്പോഴും ഉപയോഗിക്കുന്നതിന് വാക്പദങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു നല്ലൊരു കാരിക്കേച്ചർ ഉണ്ടാക്കുക, അതൊക്കെ എന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് വർക്കുകൾ ചെയ്തത് എൻ്റെ കളക്ഷനിലുണ്ട്. ഇപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തൊരു വർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു വർക്കാണ്. ഫോർഡ് മസ്റ്റാങ് എന്ന് പറഞ്ഞൊരു കാറിൻ്റെ വർക്കായിരുന്നു. ഭയങ്കര ക്രൈസുള്ളൊരു വണ്ടിയായിരുന്നു. ഇതും എൻ്റെ ഒരു ടോയ് കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങിയൊരു ക്രൈസാണ് ഇത്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന വളരെ ചുരുക്കം ചെറിയ കുറച്ച് വർക്കുകളിൽ ഒന്നാണ് ഈ ഒരു വർക്ക്. കാരണം ഏകദേശം ഒരു 7-8 മണിക്കൂർ എടുത്ത് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഡീറ്റെയിൽസ് പോലും ക്യാപ്ചർ ചെയ്ത് പെൻസിൽ കൊണ്ട്, പലതരത്തിലുള്ള പെൻസിലുകൾ കൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു വാശിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ചെയ്ത ഏതാനും കുറച്ച് വർക്കുകളിൽ ഒന്നാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്കുകൾ എന്ന് പറയുന്നത് ഈ ഒരു പെൻസിൽ ഇല്ലസ്ട്രേഷനാണ്. വളരെ ഡിഫറെൻ്റായിട്ട് എന്നാൽ ഈസി ആയിട്ട് ചെയ്തൊരു വർക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ക്ലേ മോഡൽ ചെയ്തതാണ്. ഞാൻ ഡിസൈൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു നമ്മൾ ചെയ്തൊരു ഡിസൈൻ ഫിസിക്കലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ആ ക്ലേ വെച്ചിട്ട് നമ്മുടെ ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് ഓട്ടോ എക്സ്പോയിൽ ഡിസ്പ്ലേ വെച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു വർക്കാണ് ഏറ്റവും ഈസി എന്നല്ല, പക്ഷേ ഒരു ഇമ്പാക്ട്ഫുള്ളായിട്ട് എനിക്ക് ഓർത്തെടുക്കാവുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്ന സമയം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് രാത്രി തന്നെയാണ്. അത് ഒരുപാട് ക്രിയേറ്റീവ്സ് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗല്ല. വലിയൊരു കാരണം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഡിസൈൻ പഠിക്കുന്ന സമയത്തായാലും അവിടെ നമുക്ക് എന്തെങ്കിലും ബ്രേക്കുകളൊന്നും ഇല്ലാതെ നമുക്കൊരു ഫുൾ സ്ട്രെച്ചിൽ കിട്ടുന്നൊരു സമയം നമുക്ക് രാത്രിയെ കിട്ടാറ്. അത് ഇപ്പോൾ ഡിന്നർ കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വെളുപ്പിനൊരു 4 മണി 5 മണി വരെയൊക്കെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു വാക്കൊക്കെ ഇടയ്ക്ക് പോകാന്നല്ലാണ്ട് വേറെ മേജർ ബ്രേക്കുകളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു 4 വർഷം അങ്ങനെ കംഫർട്ടബിളായി. ഇപ്പോഴും രാത്രി ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈലൻസും അതൊരു പ്രത്യേക ഒരു എനർജി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ. രാത്രിയിലൊക്കെ ഒരുപാട് നേരമൊക്കെ എക്സ്ട്രാ ഒക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ ചില സമയങ്ങളൊക്കെ നമ്മൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈവൻ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യേണ്ട സമയം ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞു എന്ന് തോന്നിയാലും നമുക്ക് പലപ്പോഴും കൂടുതൽ മണിക്കൂറുകൾ ഇരിക്കാൻ തോന്നാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഭാര്യയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമാവുന്നു. അപ്പോൾ അനിമി ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. എത്രയൊക്കെ ഞാൻ കൂടുതൽ ഇരിക്കേണ്ടി വന്നാലും ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും സമയം ചിലവഴിച്ച് കഴിഞ്ഞാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് പോകാമെന്നുള്ള ഒരു സപ്പോർട്ട് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതെൻ്റെ ഈ ക്രിയാത്മകമായ യാത്രയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്നെ എങ്ങനെയാണ് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള ഒരു ഇതാണ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. അതായത് എനിക്ക് നോക്കിക്കാണാൻ ഒരുപാട് പേര് മുന്നിലുണ്ടായിരുന്നു. അതുപോലെ ഇനി വരുന്നവർക്ക് നോക്കിക്കാണാനുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് കാണും. ഇപ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ ഒരു ഡിസൈനറായിട്ട് എല്ലാ ഡിസൈനേഴ്സും ആഗ്രഹിക്കുന്ന പോലെ ഒരു അറിയപ്പെടുന്ന ഒരു ഡിസൈനർ ആവുക. അതോടൊപ്പം ഇനി വരുന്നവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് അവരെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.